ഞാൻ ഒരുത്തനെ ഞാൻ വെച്ച് വാഴ്ത്തത്തില്ല. നിന്റെ കുടുംബത്തിനെ ഓർത്തോണം. പറഞ്ഞ് മനസ്സിലായല്ലേ? കാരണം കമന്റ് പറയുന്നവർക്കെതിരെ പറയാനുള്ളതെന്ന് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, ഞാനൊരു സ്വാമി ആയിപ്പോയി. ഇല്ലെങ്കിൽ തിരിച്ചതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ശേഷിയും കഴിവുള്ളവനാണ് ഞാൻ. 63 വയസ്സുണ്ട്. ഇന്നും എനിക്കത് തോന്നുന്നില്ല. എനിക്കിപ്പോഴും 20 വയസ്സേ ഉള്ള നേരം തോന്നലേ എനിക്കുള്ളൂ. അതാണ് ഞാൻ. കാരണം എൻ്റെ തപം അതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മളെ കൊണ്ട് അരുതാത്തത് വായിൽ നിന്ന് പറയിക്കാതെ, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി കൊണ്ട് നിൻ്റെയൊക്കെ എല്ലാം ഇതാവാനുള്ള ഇട ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിനെല്ലാം ഉത്തരവാദികൾ ആരാന്നറിയോ? അവൻ്റെയൊക്കെ വീട്ടുകാരാണ്. ഇതിനെല്ലാം ഉത്തരവാദികൾ. കാരണം വെച്ചാൽ ഒരു പണിയും തൊഴിലും ഇല്ലാത്ത എനിക്കറിയാം. ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ ഈ കൈ കിടക്കുന്ന ഇതുണ്ടല്ലേ, ഇത് എൻ്റെ പണം കൊടുത്ത് എൻ്റെ ദൈവികമം കൊണ്ട് എൻ്റെ വിശ്വാസത്തിന്റെ പുറത്ത് കെട്ടിയിരിക്കുന്നത്. പറയാൻ മനസ്സിലായ? ഈ രുദ്രാക്ഷം എൻ്റെ മഹാദേവൻ്റെതാണ്. പറയാൻ മനസ്സിലായില്ലേ? ഒരുത്തനും കുരുപൊട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെൻ്റെ അവകാശമാണ്. ഒരുത്തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. എനിക്കും തിരിച്ചു പറയാൻ അങ്ങോട്ടറിയാം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പറയിപ്പിച്ചാലുണ്ടല്ലോ നീ ഒന്നും എങ്ങും പോയി പിഴയ്ക്കത്തില്ല. കാരണം ഇതാടെ നീ ഒരുത്തന്മാരും നിന്നെ ഒന്നും രക്ഷപ്പെടുത്താനും കാണില്ല. ഞാനാ പറയുന്നത്. നിനക്ക് ഉണ്ടെന്ന് ജീവിതം ജന്മം നിന്റെ കുടുംബങ്ങൾ വിറ്റ് തീർത്താൽ പോലും തീരത്തില്ല. നിനക്കൊക്കെ അറിയോ, സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും അക്രമങ്ങൾ പ്രചരിപ്പിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന തിക്താനുഭവം എന്താണെന്ന് നിനക്കൊക്കെ ഏതെങ്കിലും ഒരുത്തൻ അറിയാവോ? ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇതിനകത്ത് ഞാൻ പറയാം, ഞാനൊരു പ്രോഗ്രാം അല്ല എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിന്റെയൊക്കെ എടുത്ത് പറയുന്നില്ല, ഇതൊന്നും വന്ന് കണ്ടിട്ട് പോ, ഒരു അഭിപ്രായം ഞാൻ പറയുന്നില്ല. പറയാൻ മനസ്സിലായ? സംസ്കാരവും കഴിവും അല്ല അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ ഒരു മക്കളും ഈ മാതിരി തെമ്മാടിത്തരം തോന്നിയ അവസരം ചെയ്യാറില്ല. പറയാൻ മനസ്സിലായേ? എന്തെങ്കിലും പറയാനുള്ളത് അന്തസ്സായിട്ട് നേർക്കുനേരെ വന്ന് പറയണം. പറയാൻ മനസ്സിലായില്ലേ? ഇപ്പൊ മാർക്സ് പാർട്ടി പിണറായി വിജയൻ തോറ്റത് ഇങ്ങനെയൊക്കെ ഉള്ള വർഗങ്ങളുടെ കയ്യിലെ കുഴപ്പങ്ങൾ കൊണ്ടാണ്. അതറിയോ? ഇങ്ങനെയൊക്കെ ഉള്ള വർഗങ്ങളുടെ കൈയുടെ പിടിപ്പുകേടും കുഴപ്പങ്ങൾ കൊണ്ടാണ് ആ പാർട്ടിയുടെ പേരും നിലയും പോയതും അവർ തോറ്റടിഞ്ഞതും. അത് മനസ്സിലാക്കണം. എൻ്റെ ധർമ്മത്തെ, ഞാൻ മറ്റുള്ളവൻ്റെ ധർമ്മത്തെ, അവൻ്റെ ജാതിയ മതത്തിനെ ഒന്നും ഞാൻ പറയാൻ ഇതുവരെ പോകാറില്ല. അത് എൻ്റെ സംസ്കാരമല്ല. ഞാനൊരു ഭാരതീയനാണ്. എല്ലാവരെയും ഒന്നുപോലെ കാണാനും എന്ന് കേൾക്കാനുമുള്ള മനസ്സുള്ളവനാ. എൻ്റെ അടുത്ത് എന്നെ സമീപിക്കുന്നതിനകത്ത് ഹിന്ദുക്കൾ മാത്രമല്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും എന്നെ സമീപിക്കാറുണ്ട്. അവരോടൊക്കെ അന്വേഷിക്കണം. കുറേ ചാവാലിപ്പട്ടികൾ എവിടെയെങ്കിലും കുറച്ച് അർദ്ധരാത്രി കിടന്ന് കുരയ്ക്കുന്നത് പോലെ ഉള്ള കുരപ്പ് നടത്തിയിട്ടൊന്നും കാര്യമില്ല. അതറിയോ? വീട്ടിൽ വളർത്തുന്ന അന്തസ്സായിട്ടുള്ള നായ്ക്കളുണ്ട്. അതറിയോ? അവരെയും കൂടെ മനസ്സിലാക്കണം. നമ്മളെ മാന്യമായുള്ള രീതി വളരെ ചെറിയ പ്രാവശ്യം ഈ പറയുന്നവനൊക്കെ എന്ത് തൻ്റെ ഇടമുണ്ട്? ഞാൻ ഒരുത്തൻ്റെയും കട്ടട്ടം മോട്ടിച്ച് ഞാൻ ഇത്രയും കാലം 1 രൂപ പോലും വാങ്ങാതെ പലരെയും മരണത്തിൽ നിന്ന് വരെ ഞാൻ തിരിച്ചു കൊണ്ടുവന്ന വ്യക്തിയാണ് ഞാൻ. 1 രൂപ പോലും ഞാൻ ദക്ഷിണ വാങ്ങാതെ എല്ലാവർക്കും വർഷങ്ങളോളം ചെയ്ത്, ഇപ്പം എൻ്റെ ഗതികേട് അവസ്ഥയും കൊണ്ട് പലരും പറഞ്ഞ് എന്തെങ്കിലും കൈനീട്ടം മേടിക്കണം, അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ദാനം തരുന്നത് ഞാൻ വാങ്ങും. പറയാൻ മനസ്സിലായല്ലേ? എനിക്ക് അമ്പലം പണിയേ അല്ലെങ്കിൽ എനിക്ക് സ്വാമിയായോ എന്നല്ല. ഞാൻ പോയി കാട്ടിലോ വനത്തിലോ വെള്ളത്തിനടിയിലോ ഇരുന്ന് തപം ചെയ്ത് ഇരിക്കുകയല്ല. ഞാൻ പൊതുജനങ്ങളുടെ ഇടയ്ക്ക് നിന്നുകൊണ്ടാണ് ഞാൻ ധർമ്മം പാലിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ വ്രതത്തെ പാലിച്ചും, അല്ലെങ്കിൽ ഞാനൊരു നിത്യബ്രഹ്മചാരിയായി വിവാഹിതനായ ഒരു അതിഭയങ്കരമായ ഘോര വ്രതമെടുത്ത് ജീവിക്കുന്നവനാണ് ഞാൻ. അതറിയോ? എല്ലാ സന്യാസിമാരിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ അഘോരികളിൽ നിന്നും വ്യത്യസ്തനാണ് ഞാൻ. അവരെക്കാളൊക്കെ ഈശ്വരൻ എനിക്ക് തന്നിട്ടുള്ള കഴിവും ആർക്കും അറിയില്ല. എനിക്ക് വെള്ളത്തിനടി പോകേണ്ട സമയത്ത് ഞാൻ പോവും, വനത്തിൽ പോകേണ്ട സമയത്ത് പോവും, ആ മോളിൽ പോകേണ്ട സമയത്ത് ഞാൻ മോളിലും പോവും. അതറിയോ? എൻ്റെ 16ാമത്തെ വയസ്സിൽ ഞാൻ കടലിൽ ഒറ്റയ്ക്ക് ബോട്ടും കൊണ്ടുപോയവനാണ് ഞാൻ. അതറിയോ? എനിക്ക് ഒന്നിനെയും ഭയമില്ലാത്തൊരു മനുഷ്യനാണ്. 16ാമത്തെ വയസ്സിൽ കടലിൽ ഞാൻ 3 മാസം വരെ കടൽ ജോലി ചെയ്തവനാ, ബോട്ട് ഓടിച്ചു പോയവനാണ് ഞാൻ. അതും അപാരമായ റഫ് സമയത്ത്. അതുപോലെ തന്നെ ഓരോ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ അന്തസ്സ് അധ്വാനിച്ചും കഷ്ടപ്പെട്ടും തന്നെ വന്ന ആരെയും ഒരുത്തൻ്റെ പിടിച്ചു പറിച്ചോ അല്ലെങ്കിൽ ഒരുത്തൻ്റെ എന്നെ മനസ്സറിഞ്ഞ് എൻ്റെ അവസ്ഥയും ഗതികേടും മനസ്സറിഞ്ഞ് എനിക്ക് ദാനമായി തരുന്നത് ഞാൻ കൈനീട്ടി മേടിക്കുന്നുണ്ട്. അല്ലാതെ ആരുടെ എനിക്കത് തരണം, എനിക്ക് ചിലരൊക്കെ സ്വാമിയുടെ കുടുംബത്തെ അടക്കം അധിക്ഷേപിച്ചു. ഈ പറഞ്ഞവൻ എന്നെ പറഞ്ഞു പോകണം. പക്ഷേ ഞാൻ തിരിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിനക്കൊന്നും താങ്ങാൻ കഴിയില്ല. കാരണം അതാണ് ഇവിടുത്തെ നിയമം. പറഞ്ഞ് മനസ്സിലായല്ലേ? മേലാൽ നീയൊക്കെ പറഞ്ഞു നിനക്കൊക്കെ പിന്നെ കുറേ ഇതിനകത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും
ഒക്കെ പേരുകളുണ്ട്. എൻ്റെ ഇത്രയും വീഡിയോകൾ ഇട്ടിട്ട് ഇവരാരും കയറി ഒരു അനാവശ്യമായി ഇട്ട് കണ്ടിട്ടില്ല. പേര് മാറിയും അല്ലെങ്കിൽ പിന്നെ പല തരികട ഫോട്ടോ മാറിയും പലതും ചെയ്തുകൊണ്ട് ഞാൻ മുണ്ടിട്ടുണ്ട് നടന്നിട്ടില്ല. പറയാൻ മനസ്സിലായി. എൻ്റെ മുണ്ടിട്ട് നടക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ വന്ന് അവകാശവാദം പറയാനോ പിന്നെ ഒന്നിനും ഞാൻ നിന്നിട്ടില്ല. പറയാൻ മനസ്സിലായില്ലേ? സ്വന്തം പല്ല് കുത്തി മണപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. പറയാൻ മനസ്സിലായില്ലേ? ഞാൻ കൊല്ലത്ത് തന്നെയാണ് ഉള്ളത്. കൊല്ലം കോർപ്പറേഷൻ്റെ അകത്ത് തന്നെ ജീവിക്കുന്നത്. ഞാൻ എങ്ങും ആരുടെയും ഒന്നും കട്ടും മോട്ടിച്ചിട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല. പറയാൻ മനസ്സിലായില്ലേ? ഞാൻ ഒന്ന് ഇറങ്ങി തിരിച്ചാണ്ടല്ലേ നീനൊക്കെ ഈ പറയുന്ന ഒരെണ്ണത്തിനും നിക്കക്കള്ളി ഇല്ലാതെ വരും. പറയാൻ മനസ്സിലായില്ലേ? കുടുംബം വിറ്റ് പറക്കിയാലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതി പോവും. ആ വകുപ്പുകളും കാര്യങ്ങളും ഒക്കെ അറിയാവുന്നവനാണ് ഞാൻ. എല്ലാ രേഖകളോടുകൂടി ജീവിക്കുന്നവനാണ് ഞാൻ. പറയാൻ മനസ്സിലായല്ലേ? ക്ഷമയോടെ ഒരു നെല്ലിപ്പലക ഇളക്കരുതും. അവസാനം അറിയാവില്ല, ഞാൻ നേരിട്ടങ്ങ് വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ എവിടെ ഇരുന്നാലും മതി. നീയൊക്കെ ഏത് ലോകത്തിരുന്നാലും ഞാൻ എവിടെ ഇരുന്നാലും മതി. പറയാൻ മനസ്സിലായല്ലേ? എൻ്റെ ധ്യാനവും പ്രാർത്ഥന നിൻ്റെയൊക്കെ അടുത്തെത്തും. അതാ ഞാൻ. നിനക്കൊന്നും അറിയില്ല. പറയാൻ മനസ്സിലായല്ലേ? നിൻ്റെയൊക്കെ വീട്ടിൻ്റെ സംസ്കാരങ്ങളും രീതിയും ഒന്നും ഇങ്ങോട്ടിറക്കരുതും. പൊതുജനങ്ങളുടെ മധ്യത്തിൽ വന്ന് സംസാരിക്കുമ്പോൾ മാന്യമായിട്ട് സംസാരിച്ചോണം. പറഞ്ഞത് കേട്ടല്ലേ? മേലാൽ ഈ പോസ്റ്റിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരൊറ്റ പോസ്റ്റിൻ്റെ ഇടയ്ക്കും വന്ന് താഴെ വന്ന് എന്തെങ്കിലും തെമ്മാടിത്തരം പോകൃതരങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പറയാണ്, അതിന് ഞാൻ എവിടെ കയറേണ്ടി വന്നാലും എവിടെ കയറി ഇറങ്ങേണ്ടി വന്നാലും നിന്നെ ഒരുത്തിനെ ഞാൻ വെച്ച് വാഴ്ത്തത്തില്ല. നിന്റെ കുടുംബത്തിനെ ഓർത്തോണം. പറഞ്ഞ് മനസ്സിലായല്ലേ?